പ്രിയമുള്ള വിദ്യാർത്ഥികളെ നമസ്കാരം. മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പോൾ നല്ല മഴയാണ് അല്ലേ? ഈ മഴയിലും തണുപ്പിലും ഒക്കെ നമുക്ക് എണീക്കാനായിട്ട്, പുതപ്പിൻ്റെ ഉള്ളിൽ നിന്ന് എണീക്കാനായിട്ട് നല്ല മടിയുണ്ടായിരിക്കും. പക്ഷെ രക്ഷയില്ല കേട്ടോ, പഠിച്ചു തുടങ്ങിക്കോ. വീഡിയോകളൊക്കെ ശരിക്ക് സ്കൂളിലേക്ക് വരുന്ന പോലെ ഈ ദിവസങ്ങളിൽ വർക്കിംഗ് ഡേ ആണെങ്കിൽ എന്തായാലും നേരത്തെ എണീറ്റ് കുളിച്ച് വീഡിയോയുടെ മുന്നിൽ വന്നിരിക്കുക, ലൈവ് ക്ലാസ്സിൻ്റെ മുന്നിൽ വന്നിരിക്കുക. അതെന്തായാലും കൂടിയത് പറ്റൂ. ഇപ്പോൾ സ്കൂളിലേക്ക് ഈ മഴ വെള്ളം കൊണ്ട് യൂണിഫോമൊക്കെ നനഞ്ഞ് ചീഞ്ഞൊലിച്ച് വരണ്ടല്ലോ. അപ്പോൾ ഈ മഴയത്ത് നന്നായി ഇരുന്നിട്ട് പഠിക്കണം. മഴയുടെ ശബ്ദം കേട്ട് നല്ല ആസ്വദിച്ച് തന്നെ. ഇപ്പോൾ ഈ സമയത്ത് മഴയുടെ സംഗീതം കേൾക്കാൻ നല്ല രസമായിരിക്കും. പക്ഷെ മഴ നമുക്ക് കുറേ സങ്കടങ്ങൾ വരുത്തുന്നുണ്ട്. അതുകൊണ്ട് മഴ അത്രയ്ക്ക് അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഉരുൾപൊട്ടൽ, പിന്നെ നമ്മുടെ വിമാനാപകടം, അതൊക്കെ മനസ്സിൽ സങ്കടം വരുത്തുന്നുണ്ടെങ്കിലും ഈ സങ്കടങ്ങളെയൊക്കെ ഒരു ഭാഗത്തേക്ക് നീക്കി വെച്ച് അതിലിടപെടണ്ട എന്നല്ല പറയുന്നത്. എന്നാലും നമുക്ക് പഠിക്കാനുള്ളത് പഠിക്കുക തന്നെ വേണം. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഏതാണ്? ഓർമ്മയുടെ ഞരമ്പ്. ഓർമ്മയുടെ ഞരമ്പിൻ്റെ 3-ാം ഭാഗമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ആദ്യത്തെ ഭാഗത്ത് നമ്മൾ KR മീരയെക്കുറിച്ച് പറഞ്ഞു, സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പറഞ്ഞു, സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞു, വാർദ്ധക്യത്തെക്കുറിച്ച് പറഞ്ഞു. സ്വാതന്ത്ര്യ സമരത്തും ആ സമയത്തുണ്ടായിരുന്ന എഴുത്തുകളൊക്കെ ഒന്ന് വായിക്കണം, കഥകളൊക്കെ, അന്നത്തെ കഥകളൊക്കെ വായിക്കണം, ചരിത്ര പുസ്തകങ്ങൾ വായിക്കണം, അഗ്നിസാക്ഷി വായിക്കണം. അഗ്നിസാക്ഷി ആരുടെയാ? ലളിതാംബിക അന്തർജനത്തിൻ്റെ. അങ്ങനെ കുറേ കഥകൾ വായിക്കുന്നതിലൂടെ നമുക്ക് നമ്മൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതല്ലാത്ത ആ സമയം, മുൻപത്തെ, ഇപ്പോഴത്തെ സമയത്തിന് മുൻപ് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്നത്തെ ജനങ്ങൾ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്? ഇതുപോലെ ഒരു മഹാമാരിയുടെ കാലം മുൻപ് ഉണ്ടായിട്ടുണ്ട്. ആ കാലത്ത് അതിനെ അതിജീവിച്ചത് എങ്ങനെയാണ് ജനങ്ങൾ? ഗണദേവത വായിക്കുക, താരാശങ്കർ ബാനർജിയുടെ ഗണദേവത വായിക്കുക. കോളറയുടെ ആ സമയം, പ്ലേഗിൻ്റെ സമയം, അതൊക്കെ നമുക്ക് ഈ കഥകളിലൂടെ നേരിട്ട് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ KR മീരയുടെ ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയാണ്, ചെറുകഥയാണ് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിശകലനം, അടുത്ത വിശകലനത്തിലേക്ക് നമുക്ക് കടക്കാം. വാർദ്ധക്യത്തെക്കുറിച്ചും സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുമാണ് ഇതിൻ്റെ പ്രതിപാദ്യം. ഞാൻ തുടക്കം മുതലൊന്ന് വായിക്കാം കേട്ടോ. ഓർമ്മയുടെ ഞരമ്പ്, KR മീര. തുരുമ്പ് പിടിച്ച വിജാഗിരികൾ ഇളകുന്നത് പോലെയായിരുന്നു അവരുടെ ശബ്ദം. ചുക്കിച്ചുളിഞ്ഞ കഴുത്തിൽ വയലറ്റ് നിറമുള്ള ഒരു ഞരമ്പ് വെല്ലുവിളി പോലെ എഴുന്നു നിന്നു. കണ്ണട അല്പമൊന്ന് നേരെയാക്കി, പ്രത്യേകിച്ച് മുഖവുരയൊന്നുമില്ലാതെ വൃദ്ധ ചോദിച്ചു, കുട്ടി എഴുതുമോ? പെൺകുട്ടി ഒന്നും മിണ്ടിയില്ല. അവൾ വെറുതെ അവരെ നോക്കുക മാത്രം ചെയ്തു. ഇടയ്ക്ക് യാദൃച്ഛികമായി നോട്ടം വൃദ്ധയുടെ തലയിൽ വീണു. തലയോട്ടി പാതിയും പുറത്തു കാണാം. എങ്കിലും അങ്ങിങ്ങ് ചില കറുത്ത മുടിനാരുകൾ ഇപ്പോഴും ബാക്കിയുണ്ട്. വള്ളത്തോൾ വന്ന ഒരു സമ്മേളനം ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യം കിട്ടുന്നതിനു മുൻപ്. വൃദ്ധ പറഞ്ഞു. സ്വാതന്ത്ര്യം എന്ന വാക്ക് ഉച്ചരിച്ചപ്പോൾ അവരുടെ വെപ്പുപല്ല് സെറ്റ് ദയനീയതയോടെ പുറത്തേക്ക് ഉന്തി വന്നു. അസ്വസ്ഥത മറയ്ക്കാൻ എന്നതുപോലെ അവൾ തൻ്റെ ചുരിദാറിൻ്റെ ഇളം നീല ഷാളിൻ്റെ തൊങ്ങലുകൾ വിരലുകളിൽ ചുറ്റിമുറുക്കുകയും അഴിക്കുകയും ചെയ്തു. അന്നൊക്കെ സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ എന്താ? എല്ലാവർക്കും ഭ്രാന്തല്ലേ? നൈലോണും നൈലക്സും ഒക്കെ എല്ലാവരും കത്തിച്ചു കളഞ്ഞു. ഖദറിയെ ഉടുക്കൂ. എനിക്ക് കറുത്ത കറിയുള്ള ഒരു സാരി ഉണ്ടായിരുന്നു. അന്ന് സാരി ഉടുക്കുന്നത് പോലും വലിയ ഫാഷനല്ലേ? പെൺകുട്ടി മുറിയിലെ പുസ്തക ഷെൽഫിലേക്ക് നോട്ടം മാറ്റി. ഷെൽഫിന്റെ മുകൾ തട്ടിൽ പഴയ ചില ഫോട്ടോകൾ ഫ്രെയിം ചെയ്തു വെച്ചിരുന്നു. ആരെയോ മാലയിട്ട് സ്വീകരിക്കുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം കൂട്ടത്തിൽ മേധാവിത്വ ഭാവത്തോടെ തലയെടുത്തു നിന്നു.
ബാക്കിയൊക്കെ പാറ്റ കരണ്ടതും വെള്ളമൊലിച്ചു കറ വീണതുമായ കുടുംബ ഫോട്ടോകളാണെന്ന് തോന്നി. രണ്ടാമത്തെയും മൂന്നാമത്തെയും തട്ടുകളിൽ കുറെ നോട്ട് ബുക്കുകൾ മാത്രം. പെൺകുട്ടി ഓർക്കാതെ വീണ്ടും വൃദ്ധയെ നോക്കി. വല്യമ്മ പറഞ്ഞിട്ട് ഞാനൊരു കവിത എഴുതി സമ്മേളനത്തിൽ വായിച്ചു. അല്പരാമങ്ങളുടെ തുച്ഛവാടികളിലും കൽപ്പനാസൂനങ്ങൾ തൻ സൗരഭ്യം. സൗരഭ്യം എന്ന പദം ഉച്ചരിച്ചപ്പോഴും വൃദ്ധയുടെ പല്ലു സെറ്റുകൾ പുറത്തേക്കുന്തി. കവിത ഈണത്തിൽ പാടാനുള്ള ശ്രമത്തിൽ അവരുടെ ഇടറിയ ഒച്ച വല്ലാതെ നേർത്തു. തൊണ്ടയിൽ ആരോ പിടിച്ചു മുറുക്കിയതുപോലെ ഒരു ഞരക്കമായി തീർന്നു. മഹാകവി വൃദ്ധ വള്ളത്തോളിനെ മുന്നിൽ കാണുന്നത് പോലെ ഭയഭക്തി ബഹുമാനങ്ങളോടെ കരം കൂപ്പി. അദ്ദേഹം എന്നെ അടുത്തു വിളിച്ച് രണ്ടു കൈയും ഈ തലയിൽ വെച്ച് അനുഗ്രഹിച്ചു. സരസ്വതി, സാക്ഷാൽ സരസ്വതി തന്നെ. വൃദ്ധ വള്ളത്തോളിന്റെ കരങ്ങൾ പതിഞ്ഞ സ്വന്തം തലയിൽ അരുമയായി തഴുകി. നരച്ച മുടികൾക്കു താഴെ വേറെയും കറുത്ത മുടിയിഴകൾ ഒളിച്ചിരിപ്പുണ്ടെന്ന് പെൺകുട്ടി ഈർഷ്യയോടെ കണ്ടെത്തി. എപ്പോഴോ കത്തിത്തീർന്ന ഒരു ചന്ദനത്തിരിയുടെ ഗന്ധമുണ്ടായിരുന്നു മുറിയിൽ. അതിന് മറ്റൊരർത്ഥം കൂടി പറയാല്ലേ, ചന്ദനത്തിരി സുഗന്ധമാണ്. നമ്മുടെ യൗവനമൊക്കെ സുഗന്ധം വമിക്കുന്നതാണ്. യൗവനം ഏറ്റവും നല്ല പ്രായമാണ്. കൗമാരവും യൗവനവും ഒക്കെ സുഗന്ധം വ്യാപിക്കുന്ന, സന്തോഷം വ്യാപിക്കുന്ന, കാണുന്നവർക്കും അതുപോലെ തനിക്കും സന്തോഷമുണ്ടാക്കുന്ന ഒരു രൂപവും സൗകുമാര്യവും എല്ലാമാണ്. ബുദ്ധിയും എല്ലാം തികഞ്ഞ ഒരു സമയവുമാണ്. കത്തിത്തീരാറായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായമായ, വാർദ്ധക്യമായ എന്നൊരു അർത്ഥം കൂടിയുണ്ട്. ഈ ചന്ദനത്തിരി കത്തിത്തീരാറായി എന്ന് പറയുമ്പോൾ നെയ്ത്തിരി കത്തിത്തീരാറായി, അണയാറായ ദീപനാളം എന്നൊക്കെ പറയുന്നതിന് മറ്റൊരർത്ഥം പ്രായമായവരുടെ അകത്തൊക്കെ നിറഞ്ഞു നിൽക്കുന്ന മരുന്നിൻ്റെ മണങ്ങളും മറ്റുള്ള മണങ്ങളും ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടി റൂം ഫ്രഷ്നർ അടിക്കുന്നത് പോലെ ചന്ദനത്തിരിയും കർപ്പൂരവും ഒക്കെ കത്തിച്ചു വയ്ക്കുക. എപ്പോഴോ കത്തിത്തീർന്ന ഒരു ചന്ദനത്തിരിയുടെ ഗന്ധമുണ്ടായിരുന്നു മുറിയിൽ. ജനാലയിലൂടെ ഒരു ചുടുകാറ്റ് ഭ്രാന്തെടുത്ത് കടന്നു വന്ന് മുറിയിൽ കോലാഹലമുയർത്തി. മങ്ങിയ വിരിയിട്ട മേശമേലിരുന്ന ചെറിയ സ്റ്റീൽ ഫ്ലാസ്ക് ചെറുതായി വിറച്ചു. അരികിൽ ഇരുന്ന ഔൺസ് ഗ്ലാസ് മറിഞ്ഞു വീണുരുണ്ടു. അപ്പോൾ ഏതോ ഒരു ഔഷധത്തിൻ്റെയും ഗന്ധമുയർന്നു. ഇതൊക്കെയാണെങ്കിലും പലതരം ഗന്ധങ്ങൾ നിറഞ്ഞ ഈ മുറി അവൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഈ വീട്ടിലെ ഏറ്റവും വായുസഞ്ചാരമുള്ള മുറി ഇതാണെന്ന് പെൺകുട്ടി വിചാരിച്ചു. അന്ന് എനിക്ക് വെറും 9 വയസ്സ്. വൃദ്ധ പറയുകയായിരുന്നു. ഇവിടെ വരികയാണല്ലേ നമ്മളെടുത്തത്. ഇനി മുതൽ ശ്രദ്ധിക്കുക. അന്ന് എനിക്ക് വെറും 9 വയസ്സ്. വൃദ്ധ വീണ്ടും കഥ പറയാൻ തുടങ്ങുകയാണ്. പക്ഷെ ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ മാതിരിയല്ല. കണ്ടാൽ 10-16 വയസ്സിൻ്റെ വളർച്ചയുണ്ട്. ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ പോലെയല്ല. അന്ന് ഒരു 10, 12, 13 വയസ്സാവുമ്പോഴേക്കും നമ്മുടെ ഈ നാട്ടിലൊക്കെ ഇവിടെ ഹാഫ് സാരി ഒക്കെ ഉടുപ്പിച്ച് തുടങ്ങും അമ്മമാര് പെൺകുട്ടികളെ. ഉടുപ്പിൽ നിന്നൊക്കെ മാറി വലിയ ലോങ് സ്കേർട്ട് ഉണ്ടാവും. അത് കഴിഞ്ഞ് ഹാഫ് സാരി ഒക്കെ ഉടുപ്പിക്കും. സാരി ഉടുക്കേണ്ട പ്രായമൊക്കെ ആവും. 15-16 വയസ്സിലൊക്കെ കല്യാണം കഴിച്ചു കൊടുക്കും. അതിന് മുൻപത്തെ കാലത്താണെങ്കിൽ ബാല്യവിവാഹം പോലും നടന്നിരുന്നു. 10 വയസ്സിലും 9 വയസ്സിലൊക്കെ കല്യാണം കഴിച്ചു കൊടുക്കും. എന്താ കല്യാണം എന്നറിയാത്ത പ്രായത്തിൽ തന്നെ. അതിൽ നിന്നൊക്കെ ഇപ്പോൾ മാറ്റം വന്നിരിക്കും. നല്ല മാറ്റം വന്നിരിക്കണേ. ഇപ്പോൾ പെൺകുട്ടികൾക്ക് തൻ്റെ വിവാഹത്തെക്കുറിച്ച് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടായി തുടങ്ങി. അതിനെക്കുറിച്ച് ചിന്തിക്കാനൊക്കെ പ്രായമായതിനു ശേഷമാണ് വിവാഹം കഴിച്ചു കൊടുക്കുന്നത്. പണ്ട് അങ്ങനെയല്ല, ചെറിയ പ്രായത്തിൽ തന്നെ. അതുകൊണ്ട് തന്നെ ഒരു 16 വയസ്സാവുമ്പോഴേക്കൊക്കെ അവരെ സാരിയൊക്കെ ഉടുപ്പിച്ചോ അല്ലെങ്കിൽ ഹാഫ് സാരിയൊക്കെ ഇടിപ്പിക്കും. അപ്പോൾ അവരുടെ ആ ഒരു പ്രായവും വർദ്ധിച്ച പോലെയാവും. ഇപ്പോഴത്തെ വേഷങ്ങളൊക്കെ കുട്ടികളുടെ വേഷങ്ങളിൽ ഫ്രോക്കൊക്കെ ഇടിക്കും. അതുപോലെ കുറേ വലുതായാലും ചുരിദാറൊക്കെ ഇട്ടിട്ടാണ്. പണ്ടൊരു 40 വയസ്സ് മേലെ ആവുമ്പോഴേക്കും മുണ്ടും നേരിയതൊക്കെ ആവും വേഷം. അതിൽ തന്നെ ഒരു വൃദ്ധരുടെ വേഷം, യുവതികളുടെ വേഷം എന്നുള്ള ഒരു തരംതിരിവൊക്കെ ഉണ്ടായിരുന്നു.
ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഈ ചുരിദാർ വന്ന് മാറ്റിക്കളഞ്ഞു അല്ലേ. ചുരിദാർ വന്നതോടുകൂടി ഒരുവിധം പ്രായമായവരും ആ ഒരു വേഷം കാണുമ്പോൾ നമ്മുടെ കൺസെപ്റ്റ് ഉണ്ട്, ഇത് പ്രായമായവരുടെ വേഷമെന്ന്. ആ പ്രായത്തെ വെട്ടിക്കുറച്ചതുപോലെ തന്നെ തോന്നും. അപ്പോൾ അന്നത്തെ 16 വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പോലെയല്ല, കുറച്ചൊക്കെ ഒരു മുതിർന്ന സ്ത്രീയുടേതുപോലെ, ഒരു നല്ല ഇപ്പോഴത്തെ കൊച്ചു പെൺകുട്ടികളുടെ പോലെ തോന്നില്ല. അവരൊക്കെ നല്ല കല്യാണം കഴിക്കാറായ പെൺകുട്ടിയെ പോലെയാണ് തോന്നുക. അതാണ് ഇവിടെ വൃദ്ധ പറയുന്നത്. അന്ന് എനിക്ക് വെറും 9 വയസ്സ്, വൃദ്ധ പറയുകയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ മാതിരിയല്ല, കണ്ടാൽ 10-16 വയസ്സിൻ്റെ വളർച്ചയുണ്ട്. 9 വയസ്സേ ആയിട്ടുള്ളൂ, പക്ഷെ ഇപ്പോഴത്തെ ഒരു 16 വയസ്സുകാരിയുടെ വളർച്ചയുണ്ട് അന്ന്. ആ സമ്മേളനത്തിൽ വെച്ച് എന്നെ കണ്ടിട്ടാണ് ഇവിടുത്തെ ആൾ, ബാക്കി പറയണില്ല, ആ സമ്മേളനത്തിൽ വെച്ച് എന്നെ കണ്ടിട്ടാണ് ഇവിടുത്തെ ആൾ എന്നെ വിവാഹം ആലോചിച്ചത് എന്നായിരിക്കും അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലേ. ആ സമ്മേളനത്തിൽ വെച്ച് കണ്ടു, കവിത വായിച്ചു അല്ലേ, നല്ല ഒരു കവിത വായിച്ചു, വള്ളത്തോളിൻ്റെ അനുഗ്രഹം വാങ്ങി, അങ്ങനെ ഒരു കുട്ടിയെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്ന് ഇവിടുത്തെ ആൾക്ക് മോഹം തോന്നി, അങ്ങനെ വിവാഹം കഴിച്ചു. പറഞ്ഞു വന്നത് പെട്ടെന്ന് അവർ അവസാനിപ്പിച്ചു. എന്താവോ പെട്ടെന്ന് അത് അവസാനിപ്പിച്ചു. പിന്നെ നേരിയതിൻ്റെ തുമ്പിൽ നിന്ന് എഴുന്നു നിന്ന ഒരു വെള്ളനൂൽ ശ്രദ്ധാപൂർവം പൊട്ടിച്ചു കളഞ്ഞു. ഒരു മുണ്ടും നേരിയതുമാണ് അവരിട്ടിരിക്കുന്നത്, പ്രായമായവരുടെ ആ ഒരു വേഷം. അതിൽ നിന്ന് എഴുന്നു നിൽക്കുന്ന ഒരു ചെറിയ നൂലൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കണ കാണുമ്പോൾ നമ്മൾ അതിനെ പൊട്ടിച്ചു കളയും അല്ലേ. അങ്ങനെ അവർ ആ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ആ നൂല് ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ടപ്പോൾ അത് പൊട്ടിച്ച് കളഞ്ഞു, ശ്രദ്ധാപൂർവം പൊട്ടിച്ച് കളഞ്ഞു. അപ്പോഴാണ് ഈ പെൺകുട്ടി വൃദ്ധയുടെ വേഷം ശ്രദ്ധിക്കുന്നത്. നേർത്ത ചുവന്ന കരയൻ മുണ്ടും നേരിയതും, സെറ്റ് മുണ്ടാണ്, അതിൻ്റെ നേർത്ത ചോന്ന കരയുള്ള ഒരു മുണ്ടും ഒരു നേരിയതുമാണ് അവർ ധരിച്ചിരുന്നത്. വെള്ള ബ്ലൗസ് പഴക്കം കൊണ്ടാവാം അങ്ങിങ്ങ് പൊടിഞ്ഞിരുന്നു. പഴക്കിയിട്ടുള്ള ഒരു ബ്ലൗസാണ്, പ്രായമായ സ്ത്രീയാണ് അവർ. നമ്മൾ ചെറുപ്പക്കാരാണെങ്കിൽ വല്ലാതെ പഴകിയതൊന്നും ഇടാൻ നമ്മൾ കൂട്ടാക്കില്ല, നമുക്ക് പോരാ, വേറെ നല്ലത്, ഇതൊക്കെ പഴയതായി എന്ന് പറയാം. പക്ഷെ പ്രായമായവർ ഇത്തിരി പഴകിയാലും അവരതൊക്കെ ഇട്ടോളും, അവർക്കതൊരു പ്രശ്നവുമില്ല. അവരുടെ ദേഹം തന്നെ പഴകി ചുക്കി ചുളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എന്തിനാ ഈ വസ്ത്രം ഇത്ര കടുംപിടുത്തം പിടിക്കണേന്നായിരിക്കാം. അതുകൊണ്ട് വസ്ത്രത്തിലൊന്നും കാര്യമായ ശ്രദ്ധയൊന്നും കുറച്ചങ്ങോട്ട് പ്രായം കഴിഞ്ഞാൽ തോന്നില്ല. അതുപോലെ ഈ വൃദ്ധയുടെ ബ്ലൗസും ഇങ്ങനെ പൊടിഞ്ഞു തുടങ്ങിയിരുന്നു പഴക്കം കൊണ്ട്. വൃദ്ധ അസ്വസ്ഥയായിട്ടെന്ന പോലെ എഴുന്നേറ്റു. അവർ പ്രാഞ്ചി മുറിയുടെ മൂലയിലുള്ള ഷെൽഫിൻ്റെ അടുത്തേക്കാണ് നീങ്ങിയത്. അപ്പോൾ എഴുത്തിൻ്റെയും വായനയുടെയും കാര്യമാണ് അല്ലേ, കുട്ടി എഴുതുമെന്ന് ചോദിച്ചു. പിന്നെ ഒരു വായനയുടെ കാര്യങ്ങൾ, പുസ്തകത്തിൻ്റെ ഷെൽഫിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പതുക്കെ നീങ്ങി. എന്നാൽ ഈ പെൺകുട്ടി അവരെ പിടിച്ചു കൊടുക്കാനൊന്നും നീന്നില്ല കേട്ടോ, പ്രാഞ്ചിയാണ് അവരുടെ നടത്തം. വൃദ്ധ അസ്വസ്ഥയായിട്ടെന്ന പോലെ എഴുന്നേറ്റു. അവർ പ്രാഞ്ചി മുറിയുടെ മൂലയിലുള്ള ഷെൽഫിൻ്റെ അടുത്തേക്കാണ് നീങ്ങിയത്. ഷെൽഫിനരികിലെ കസേരയിലിരുന്ന് വൃദ്ധ ബുക്കുകൾ ഓരോന്നും എടുത്ത് ശ്രദ്ധാപൂർവം മറിച്ചു നോക്കി. ആ കസേര അവിടെ സ്ഥിരമായി ഇട്ടിരിക്കുകയാണെന്നും അവർ അവിടെ സ്ഥിരമായി ഇരുന്ന് പുസ്തകങ്ങൾ എടുക്കാറുണ്ടെന്നും പെൺകുട്ടിക്ക് തോന്നി. ഇതല്ല, ചോന്ന ചട്ടയുള്ള ബുക്കാ. ഒരു ബുക്ക് എടുത്ത് നിവർത്തിയിട്ട് വൃദ്ധ ആവേശത്തോടെ പറഞ്ഞു. പെൺകുട്ടി ഒന്ന് ഞെട്ടി. വൃദ്ധ പിന്നെയും പുസ്തകം ഇളക്കിയപ്പോൾ പറന്നു പൊങ്ങിയ പൊടിയടിച്ച് പെൺകുട്ടിക്ക് തുമ്മൽ വന്നു. അവിടെ പുസ്തക ഷെൽഫിൽ ഇങ്ങനെ നോക്കി, അവിടെ ഒരു കസേര മുൻപിലിട്ടിട്ടുണ്ടായിരുന്നു. ആ കസേരയിൽ ചെന്നിരുന്നു. ചെന്ന് അങ്ങനെ പ്രാഞ്ചി ആ സ്ഥലത്ത് പോയി ഇരിക്കുന്നുണ്ടപ്പോൾ പെൺകുട്ടിക്ക് മനസ്സിലായി ഇതവിടെ സ്ഥിരമായി ഇരിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുള്ളതാണ്. അവിടെ ചെന്ന് പുസ്തകം തിരയുന്നതിൻ്റെ ഇടയിൽ കാല് കഴിച്ച് അത് വീഴും, അതുകൊണ്ട് അവിടുത്തെ ആളുകൾ ഇട്ടുകൊടുത്തിട്ടുള്ളതാണ്. ഇത് അവരുടെ സ്ഥിരം സ്വഭാവമായിരിക്കാം ബുക്ക് ഷെൽഫിൽ പോയി തപ്പിത്തെറിയുക എന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു, ഈ ഒരു പുസ്തകം എടുത്തിട്ട് നിർത്തി ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഇതല്ല, ഒരു ചുവന്ന ചട്ടയുള്ള പുസ്തകമാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടി എന്തിനോ ഞെട്ടിപ്പോയി. എന്താണാവോ,
ഒരുപക്ഷെ ഈ പെൺകുട്ടിയുടെ മനസ്സിലും ചുവന്ന ചട്ടയുള്ള ഒരു പുസ്തകം ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഈ വൃദ്ധയായ സ്ത്രീക്ക് തൻ്റെ പുസ്തകങ്ങളെ കുറിച്ച് ഇത്രയ്ക്ക് ഓർമ്മയോ എന്ന് തോന്നിയിട്ടുണ്ടായിരിക്കാം. വൃദ്ധ പിന്നെയും പുസ്തകം ഇളക്കിയപ്പോൾ പറന്നു പൊങ്ങിയ പൊടിയടിച്ച് പെൺകുട്ടിക്ക് തുമ്മൽ വന്നു. അലർജി ഉള്ളവർക്ക് അങ്ങനെയാണ് അല്ലേ? പുസ്തക ഷെൽഫൊക്കെ തൊട്ട് കഴിഞ്ഞാൽ അതെപ്പോഴും പൊടി തട്ടി വെച്ചില്ലെങ്കിൽ പുസ്തകത്തിൻ്റെ ഇടയിൽ നല്ല പൊടി ഉണ്ടായിരിക്കും. അപ്പോൾ ആ പൊടി അടിച്ചു കഴിഞ്ഞാൽ തുമ്മലുള്ളവർക്ക് ആസ്മയുള്ളവർക്കൊക്കെ അത് കടന്നു വരും. അതുകൊണ്ട് എപ്പോഴും ബുക്ക് ഷെൽഫ് നമ്മൾ ചില്ലിട്ട് അടച്ചൊക്കെ ഭദ്രമായിട്ട് വെക്കണം, അല്ലെങ്കിൽ പൊടി വന്ന് കിടക്കും. പൊടിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് തട്ടി ശരിയാക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിന്ന് പൊടി അടിച്ചപ്പോൾ പെൺകുട്ടിക്ക് തുമ്മൽ വന്നു. വൃദ്ധ തീരെ സഹതാപമില്ലാതെയാണ് അപ്പോൾ അവളെ നോക്കിയത്. വൃദ്ധയ്ക്ക് ഒട്ടും സഹതാപം തോന്നിയില്ല ഈ തുമ്മൽ കണ്ടപ്പോൾ. കാരണം വൃദ്ധയ്ക്കും ഉണ്ടായിരുന്നിരിക്കാം ഈ തുമ്മൽ. ഇതൊക്കെ ഞാൻ കുറേ കണ്ടിട്ടുണ്ട് എന്നുള്ള ഭാവമായിരുന്നു. എനിക്കും ഉണ്ടായിരുന്നു ഇടയ്ക്ക്. അവർ മറ്റൊരു ബുക്ക് എടുത്ത് നിവർത്തും. ഈ തുമ്മൽ കണ്ടപ്പോൾ ഒന്ന് ഒട്ടും സഹതാപം ഇല്ലാണ്ട് നോക്കി. എന്നിട്ട് പറഞ്ഞു, എനിക്കും ഉണ്ടായിരുന്നു ഇടയ്ക്ക് ഈ തുമ്മൽ എന്ന് പറഞ്ഞിട്ട് വേറൊരു പുസ്തകം എടുത്തിട്ട് നിവർത്തി. അതല്ലേ ആ ബുക്ക് നഷ്ടപ്പെട്ടത്. തുമ്മൽ കാരണം പഴയ പത്രക്കടലാസും കുട്ടികളുടെ പുസ്തകവും ഒക്കെ അടുക്കി വെക്കാൻ മടിയായി. ഈ തുമ്മൽ കാരണം പഴയ പത്രക്കടലാസൊന്നും അടക്കി വെക്കാനായിട്ട് പറ്റണില്ല. കുട്ടികളുടെ പുസ്തകങ്ങളിലൊക്കെ അടുക്കി വെക്കുമ്പോൾ അപ്പോൾ തുമ്മൽ വരും. ആ തുമ്മൽ വരുന്ന കാരണം ഇതൊന്നും തൊടാണ്ടായി. അതിൻ്റെ ഇടയിൽ ഈ ബുക്ക് എവിടെയോ എങ്ങനെയോ ഇവിടെയുള്ള ആളിന് പഴയ കടലാസ് കാണുന്നതേ അരിശമായിരുന്നു. അപ്പോൾ ഇവിടെയുള്ള ആളിൻ്റെ ഒരു സ്വഭാവം കുറേശ്ശെ നമുക്ക് മനസ്സിലായി വരികയാണ് അല്ലേ? പഴയ കുട്ടികളുടെ പുസ്തകമൊക്കെ അടുക്കി വയ്ക്കുമ്പോൾ പഴയ പത്രക്കടലാസൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും ഇനിയും വായിക്കാൻ വേണ്ടിയിട്ട്, നല്ലത് കാണുമ്പോൾ. പ്രത്യേകിച്ച് വാരാന്ത പതിപ്പിലൊക്കെ നല്ല നല്ല വിശേഷങ്ങളൊക്കെ ഉണ്ടായിരിക്കും, നല്ല നല്ല കഥകൾ ലേഖനങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അത് ഇനിയും വായിക്കാലോ എന്ന് കരുതി നമ്മൾ സൂക്ഷിച്ചു വെക്കും. അപ്പോൾ അതിലിങ്ങനെ പൊടി വന്നടിയും. അതൊക്കെ തട്ടണമെങ്കിൽ ഈ തുമ്മൽ കാരണം പറ്റാറില്ല. അതിൻ്റെ ഇടയിലാണ് ഈ പുസ്തകം നഷ്ടപ്പെട്ടത്. ഇവിടെയുള്ള ആൾക്ക് ഈ പഴയ പത്രക്കടലാസുകൾ കാണുന്നത് തന്നെ അരിശമാണ്. അതിൻ്റെ ഇടയിൽ ഈ ബുക്ക് എവിടെയോ എങ്ങനെയോ ഇവിടെയുള്ള ആളിന് പഴയ കടലാസ് കാണണതേ അരിശമായിരുന്നു. ആരായിരിക്കും ഇവിടെയുള്ള ആള്? ഭർത്താവായിരിക്കും അല്ലേ? എല്ലാം അടുക്കി വെക്കണം. മുറിയിൽ ഒരിടത്തും പൊടിയും കടലാസും ഒന്നും കാണരുത്. അദ്ദേഹത്തിനാണെങ്കിലോ എല്ലാം അടുക്കി വൃത്തിയായിട്ട് വെക്കണം. മുറിയിൽ ഒരിടത്തും ഒരു കടലാസോ പൊടിയോ ഒന്നും കാണരുത്. എപ്പോഴും അടിച്ചു വാരിയിടണം. അവരുടെ നിശ്വാസം ഒന്ന് വിറച്ചു. അവരൊന്ന് നിശ്വസിച്ചു. അത് നമ്മൾ സാധാരണ ആൾക്കാർ നിശ്വസിക്കുന്ന പോലെ ഒന്ന് നിശ്വസിക്കാൻ പോലും ആശ്വാസം കൊള്ളാൻ പോലും പറ്റുന്നില്ല. വാർദ്ധക്യമാണ്. ആ നിശ്വാസം നിന്ന് വിറച്ചു. വയസ്സുകാലത്ത് ഇങ്ങനെ ഒരു ആവശ്യം ഉണ്ടാവുമെന്ന് ആര് കണ്ടു? വയസ്സുകാലത്ത് ഇങ്ങനെ ഇപ്പോൾ ഈ ഒരു പുസ്തകം തരുന്നുണ്ട്, ആ പഴയ പുസ്തകം ഓർത്തെടുത്ത് അതിൻ്റെ കാര്യം ശരിക്കും ഓർമ്മ വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഏത് കഥയാണ് താൻ എഴുതിയത്, എന്താണ് താൻ അതിലെഴുതിയൊക്കെ വെച്ചിരിക്കുന്നത് എന്ന് ഈ കുട്ടിയെ കാണിക്കാൻ വേണ്ടിയുള്ള ആ ഉത്സാഹം. അപ്പോൾ ഈ വയസ്സുകാലത്ത് ഇങ്ങനെ ഒരു ആവശ്യം ഉണ്ടാവുമെന്ന് ആര് കണ്ടു അല്ലേ? തൻ്റെ പഴയ ആ പുസ്തകം, ആ ഓർമ്മ, ചുമന്ന ചട്ടയുള്ള പുസ്തകത്തിൻ്റെ ഓർമ്മ, അത് പെൺകുട്ടിയുടെ ഹൃദയത്തിൽ തന്നെ കൊണ്ടു. ശരിയാണ്, ആര് കാണുന്നു? ശരിയാണ്, ആര് കാണുന്നു? ഇതൊക്കെ നമ്മുടെ മാത്രം ആവശ്യമാണ്. നമ്മുടെ സ്വകാര്യതകളാണ്. നമ്മൾ ഡയറികളിൽ എഴുതി വെക്കുന്ന സാധനങ്ങൾ കുറേ കഴിഞ്ഞ് എടുത്ത് വായിക്കുമ്പോൾ എന്ത് രസമായിരിക്കും എന്നറിയൂ. നിങ്ങളൊക്കെ ഡയറി എഴുത്ത് തുടങ്ങും കേട്ടോ. ഡയറി ഇപ്പോഴൊക്കെ ഓരോരോ കുഞ്ഞു കാര്യങ്ങൾ എഴുതുമ്പോൾ നമുക്ക് അങ്ങനെ അങ്ങോട്ട് ഒരു താല്പര്യം തോന്നില്ല. കുറച്ച് നാൾ കഴിഞ്ഞ് ആ ഡയറി, ഓരോ വർഷത്തെയും ഡയറി എടുത്ത് വരുമ്പോൾ നമുക്കത് ഭയങ്കര പുതുമയാണ്. ഈശ്വരാ, അന്ന് അങ്ങനെയായിരുന്നില്ലേ? അന്നത്തെ ആ കൂട്ടുകാരെയും അതെല്ലാം നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാവും. കുറച്ച് കാലം കഴിഞ്ഞാൽ ഈ കൂട്ടുകാരെയൊക്കെ നമ്മൾ മറവിയിലേക്ക് പോകും. ഇപ്പോൾ ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെയും മുഖം നമുക്ക് പരിചയമുണ്ടാവും, ഓർമ്മയുണ്ടായിരിക്കും. കുറച്ച് കാലം കഴിഞ്ഞാലോ? എനിക്കൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ പിന്നെ ഈ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ കുറേ മുഖങ്ങൾ കാണാനും നമ്മൾ ഒരുമിച്ച് പഠിച്ചതാണെന്നൊക്കെ പറഞ്ഞ്, അതുപോലെ അലുമിൻസ് ഒക്കെ ഉണ്ടല്ലേ, അതിലൊക്കെ പഴയ കൂട്ടുകാരെല്ലാവരെയും കാണുമ്പോഴാണ് ഓർമ്മ, അയ്യോ ഞാൻ ഇവിടെയൊക്കെ മറന്നു പോയിട്ടുണ്ടായിരുന്നില്ലേ,
ചില അപൂർവം ചില മുഖങ്ങൾ മാത്രം 4 5 പേര് മാത്രം ഓർക്കും. അത് കഴിഞ്ഞാലോ മറവിയിലേക്ക് നമ്മൾ പോകും. അതേസമയം ഈ ഡയറി കുറിപ്പുകൾ ഉണ്ടെങ്കിലോ അതിൽ നമ്മൾ ഓരോ കാര്യത്തെക്കുറിച്ചും പരാമർശിച്ചിട്ടുണ്ടായിരിക്കും. പ്രധാന സംഭവങ്ങളെ കുറിച്ചൊക്കെ പരാമർശമുണ്ടായിരിക്കും. അപ്പം നമ്മൾക്ക് കുറേ കാലം കഴിഞ്ഞാലും അതെടുത്ത് വായിക്കാൻ നല്ല രസമായിരിക്കും. അതുകൊണ്ട് ഡയറി എഴുതുന്ന സ്വഭാവം ഇപ്പോൾ ഇല്ലെങ്കിൽ അത് ആരംഭിക്കുക കേട്ടോ. അപ്പോൾ ഈ വൃദ്ധ ഇങ്ങനെ പഴയൊരു പുസ്തകം തപ്പുന്നത് ഇങ്ങനെ ഒരു ആവശ്യം ഭാവിയിലുണ്ടാവും എന്ന് ആര് കണ്ടു എന്ന് പറഞ്ഞപ്പോഴാണ് തന്നേതുമായി ഒരു താതാത്മ്യം ഈ പെൺകുട്ടിക്ക് തോന്നിയത്. ഇതുവരെ ആ സ്ത്രീയോട് ഒരു ഈർഷ്യയായിരുന്നു. ആ സ്ത്രീയുടെ വൈരൂപ്യം കാണുന്നതൊന്നും ഇഷ്ടമില്ലാണ്ട്, പല്ലിങ്ങനെ ചാടി ചാടി പോരുന്നതൊന്നും കാണാൻ ഇഷ്ടമില്ലാണ്ട്, മുടിയുടെ തലയോട് കാണാൻ ഇഷ്ടമില്ലാതെ ആ വൃദ്ധയെ നോക്കാതെയൊക്കെ നിൽക്കുമായിരുന്നു. ഇപ്പോഴാണ് ചില ആശയങ്ങളൊക്കെ ഒരേപോലെയായി വരുന്നു എന്ന് കണ്ടപ്പോൾ പെൺകുട്ടി വിചാരിച്ചു, അവർ പറയുന്നത് ആര് കാണുന്നു, അവരുടെ ആശയങ്ങളോട് ഒത്തിരി താതാത്മ്യം തോന്നി തുടങ്ങി ഈ പെൺകുട്ടിക്ക്. അവരുടെ നിശ്വാസം നിന്നു വിറച്ചു. വയസ്സുകാലത്ത് ഇങ്ങനെ ഒരു ആവശ്യം ഉണ്ടാവുന്ന ആര് കണ്ടു? അത് പെൺകുട്ടിയുടെ ഹൃദയത്തിൽ തന്നെ കൊണ്ടു. ശരിയാണ്, ആര് കാണുന്നു? അവർ ആ ബുക്കും മടക്കി വെച്ച് അടുത്തത് എടുത്തു. ആദ്യത്തെ കഥ എഴുതുന്ന സമയത്ത് ഇവിടെയുള്ള ആള് ജയിലിലാ. എന്തിനായിരിക്കും ജയിലില്? സ്വാതന്ത്ര്യ സമരത്തിന് പങ്കെടുത്തതുകൊണ്ട്. ആ ഒരു വെള്ളത്തോളിൽ വന്ന ആ സമ്മേളനത്തിൽ വെച്ചാണ് ഇദ്ദേഹം കണ്ടത്. ഈ പെൺകുട്ടിയെ കണ്ട് ഇഷ്ടമായി ഈ വീട്ടുകാരോട് പറഞ്ഞ് വിവാഹം കഴിച്ചത്. അപ്പോൾ ഇദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ആളായിരുന്നു. അങ്ങനെ ജയിലിലായിരുന്നു. ആദ്യത്തെ കഥ എഴുതുന്ന സമയത്ത് ഇവിടെയുള്ള ആള് ജയിലിലാ. കഥ എന്ന പദം ഉച്ചരിച്ചപ്പോഴും വൃദ്ധയുടെ വെപ്പുപല്ലുകൾ ബീഭത്സമായി ഇളകി. ബീഭത്സമായി എന്ന് പറയാനുള്ള കാരണം അതിങ്ങനെ പെൺകുട്ടിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നമ്മളുടെയൊക്കെ ഒരു അവയവം ഇങ്ങനെ ഇളകി വരിക എന്ന് പറയുമ്പോൾ നമ്മുടെ പല്ല് അങ്ങനെ ഇളകി വരില്ല, കാരണം അതവിടെ ഉറച്ചിരിക്കുകയാണ്. വാർദ്ധക്യം വന്നു കഴിഞ്ഞാലോ ഇളകി നിൽക്കുന്ന ഈ പല്ല് സെറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആടും. ഇപ്പോൾ ഒക്കെ ഒരുവിധം നല്ല സാങ്കേതിക വിദ്യകൾ വന്നതുകൊണ്ട് അത് നന്നായിട്ട് ഫിക്സ് ചെയ്യാനൊക്കെ പറ്റിയെന്ന് വരും. പക്ഷെ വല്ലാതെ വാർദ്ധക്യം വന്നവർക്ക് അതങ്ങനെ ഫിക്സ് ചെയ്യാനൊന്നും പറ്റില്ല, അത് ഇളകിക്കൊണ്ടേയിരിക്കും. അത് ഒരു സുഖമില്ലാത്ത അവസ്ഥയാണ്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളുടെ പല്ല് അങ്ങ് ഇളകി ഒരു വെപ്പ് പല്ല് വയ്ക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആലോചിക്കാനേ പറ്റില്ല. പക്ഷെ വയസ്സായി കഴിഞ്ഞാൽ നമ്മൾ അതിനോട് താതാത്മ്യം പ്രാപിക്കും. വെപ്പ് പല്ലായാലും മതി. പക്ഷെ ഇപ്പം നമുക്ക് നമ്മുടെ തല നരയ്ക്കുക അങ്ങനെയൊക്കെ ആലോചിച്ചാൽ നമ്മൾ ശരീരം ചുക്കിച്ചുളിയുക, പ്രായമാവുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു ബീഭത്സമാണ്, ഒട്ടും സഹിക്കാൻ പറ്റാത്തതാണ്. പിന്നെ നമ്മൾ അതിനോട് ആ പ്രായത്തിനോട് കുറേശ്ശെയാണല്ലേ നമുക്ക് പ്രായമാവുക, നമ്മൾ അറിയ പോലും ഇല്ല നമ്മൾ എത്ര വലുതായി എന്നോ എത്ര പ്രായമായി എന്നോ ഉള്ളത് നമ്മൾ അറിയാതെ വളരെ ഗ്രാജ്വലായിട്ടാണ് നമ്മളുടെ വളർച്ച. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സ് വാർദ്ധക്യത്തിലെത്തുമ്പോഴേക്കും അതിനോട് പാകപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വൃദ്ധയെ അക്സെപ്റ്റ് ചെയ്യാൻ ഈ ചെറുപ്പക്കാരിയായ പെൺകുട്ടിക്ക് സാധിക്കുന്നില്ല. അത് പെൺകുട്ടിയുടെ ഹൃദയത്തിൽ തന്നെ കൊണ്ടു. ശരിയാണ്, ആര് കാണുന്നു? അവർ ആ ബുക്കും മടക്കി വെച്ച് അടുത്തത് എടുത്തു. ആദ്യത്തെ കഥ എഴുതുന്ന സമയത്ത് ഇവിടെയുള്ള ആള് ജയിലിലാ. കഥ എന്ന പദം ഉച്ചരിച്ചപ്പോഴും വൃദ്ധയുടെ വെപ്പുപല്ലുകൾ ബീഭത്സമായി ഇളകി. പെൺകുട്ടി അസഹ്യതയോടെ എഴുന്നേറ്റ് ജനാലയ്ക്കരികിലേക്ക് വീണ്ടും ചെന്നു. വീണ്ടും വീശിയടിച്ച കാറ്റിൽ മുഖത്തേക്ക് പാറി വീണ മുടിയിഴകൾ ഒതുക്കാൻ അവൾ ശ്രമിച്ചു. അപ്പോൾ രാവിലെ സീമന്തരേഖയിലിട്ട സിന്ദൂരം വിയർപ്പിൽ കുതിർന്ന് വിരലിലൊട്ടി. ഒരു തുള്ളി രക്തം പോലെ അത് വിരൽ തുമ്പിൽ ഒരു നിമിഷം തങ്ങി, പിന്നെ മെല്ലെ താഴേക്ക് വീണു മരിച്ചു. ആ ഒരു സിന്ദൂരത്തിൻ്റെ അവിടെ വിയർപ്പിൽ ഇങ്ങനെ കുളിച്ച് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരു ചൂട് കാറ്റ് വന്നു, വീണ്ടും കാറ്റ് വന്നു. അപ്പോൾ ആ കാറ്റത്ത് തട്ടിയിട്ട് ആ വിയർപ്പിൽ കുളിച്ച് നിന്ന ആ സിന്ദൂരത്തിൽ നിന്ന് ഒരു തുള്ളി വീണ് താഴെ വീണു മരിച്ചു എന്നാണ് പറയുന്നത്.
അപ്പോൾ വിവാഹത്തോടെ ആ പെൺകുട്ടിക്ക് വന്ന ഒരു സ്വാതന്ത്ര്യമില്ലായ്മ, അതിനോട് പൊരുത്തപ്പെടാൻ പറ്റാത്ത ആ പരിതസ്ഥിതിയിൽ നിന്നും സ്വതന്ത്രയായിരുന്ന ആ ഒരു തൻ്റെ വീട്ടിൽ നിന്നും പറിച്ചു നടപ്പെട്ട് ഭർത്താവിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഉണ്ടാകുന്ന അതിനോട് പൊരുത്തപ്പെടാനാവാത്ത ഒരവസ്ഥയാണ് ആ സിന്ദൂരം വീണ് മരിച്ചു എന്ന് പറയുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ സന്ദർശനത്തിൽ പഠിച്ചു, അവളുടെ സിന്ദൂരത്തരി പകർന്ന ആ സന്ധ്യകൾ ചിദംബര സ്മരണകൾ എന്നുള്ള ചിദംബരത്തിലെ അതിൻ്റെ ഓർമ്മകളാണ്. മനസ്സാകുന്ന ആകാശത്ത് ആ സിന്ദൂര തരി പുരണ്ട സന്ധ്യകളാണ് അന്ന് പിരിഞ്ഞിരുന്നത് സന്ദർശനത്തിൽ. പ്രണയത്തിൻ്റെ ആ സമയം, പ്രണയത്തോടാണ് അത് ആ സന്ധ്യയെ ഉപമിച്ചിരിക്കുന്നത്. അപ്പോൾ സന്ധ്യയെ ഓരോ സമയത്തിനനുസരിച്ച് ഓരോ സന്ദർഭത്തിനനുസരിച്ച് അവിടെ സന്ധ്യകൾ മാറി മാറി വരുന്നുണ്ട്. ആ സന്ധ്യകൾ അങ്ങനെ മാറുമ്പോൾ നമ്മളിപ്പോൾ കടമ്മനിട്ടയുടെ കവിതയാണ് പഠിക്കുന്നതെങ്കിൽ അവിടെ പറയുന്നുണ്ട് കൊച്ചു കുഞ്ഞുങ്ങളെ, പെൺകുഞ്ഞുങ്ങളുടെ ഈ കൊച്ചു എല്ലുകൾ ഉരുകി, അവരുടെ ശരീരം ഉരുകി കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ച് കൊന്നതിൻ്റെ ആ ഒരു രക്തക്കറ പുരണ്ട സന്ധ്യകൾ, മലരുരുകി ഒലിക്കുന്ന നിറമാണ് കടമിനിട്ട് പറഞ്ഞ ആ കിരാതവൃത്തത്തിലെ സന്ധ്യകൾക്കുണ്ടായിരുന്നത്. സന്ദർശനത്തിലെ സന്ധ്യകൾ കാണുന്നല്ലോ, അതിൽ പ്രണയത്തിൻ്റെ മധുരിമയാണ്, പ്രണയത്തിൻ്റെ ചുവപ്പാണ്. ഇവിടെ ഒരു സിന്ദൂരത്തിൻ്റെ തുള്ളി വീണ് മരിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. സിന്ദൂരം എന്നത് ദാമ്പത്യത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വിവാഹത്തിൻ്റെ സുമംഗലിയുടെ പ്രതീകമായിട്ടാണ് സിന്ദൂരം അവിടെ എല്ലാ സ്ത്രീകളും അവിടെ സിന്ദൂരം തൊടുന്നത്. അത് സുമംഗലിയുടെ പ്രതീകമാണ് അവിടെ. അതിൽ നിന്നാണ് ഒരു തുള്ളി രക്തം വീണ് മരിക്കുന്നത്, മരിച്ചു പോകുകയാണ് ആ തുള്ളി രക്തം. അവിടെ തുള്ളി രക്തത്തോടാണ് അവിടെ ഉപമിച്ചിരിക്കുന്നത്. അതായത് രക്തം ചിന്തുന്ന ദാമ്പത്യമായിരിക്കാം. പെൺകുട്ടി അസഹ്യതയോടെ എഴുന്നേറ്റ് ജനാലയ്ക്കരികിലേക്ക് ചെന്നു. വീണ്ടും വീശിയടിച്ച കാറ്റിൽ മുഖത്തേക്ക് പാറിവീണ മുടിയിഴകൾ ഒതുക്കാൻ അവൾ ശ്രമിച്ചു. അപ്പോൾ രാവിലെ സീമന്തരേഖയിലിട്ട സിന്ദൂരം വിയർപ്പിൽ കുതിർന്ന് വിരലിലൊട്ടി. ഒരു തുള്ളി രക്തം പോലെ അത് വിരൽ തുമ്പിൽ ഒരു നിമിഷം തങ്ങി, പിന്നെ മെല്ലെ താഴേക്ക് വീണു മരിച്ചു. വൃദ്ധ അടുത്ത ബുക്കെടുത്ത് നിവർത്തുകയായിരുന്നു. രാമൻകുട്ടിയുടെ പഴയ നോട്ട്ബുക്ക്. ഇവിടുത്തെ അമ്മ കാണാതെ രാത്രിയിൽ ഈ മുറിയിലെ മൂലയ്ക്കല് വിളക്ക് കത്തിച്ചു വെച്ചിരുന്ന് എഴുതിയ കഥ. അപ്പോൾ അടുത്ത ബുക്ക് എടുത്തിട്ട് നിവർത്തായിരുന്നു. അപ്പോൾ വൃദ്ധയ്ക്ക് ഓർമ്മ വന്നു, ഈ കഥ ഞാൻ എഴുതിയത് ആദ്യത്തെ കഥയാണ് കേട്ടോ. രാമൻകുട്ടിയുടെ പഴയ നോട്ട്ബുക്ക്. രാമൻകുട്ടി മോനാണ്. ആ കുട്ടി ചെറുതായിരിക്കുമ്പോൾ ആ ഒരു പഴയ നോട്ട്ബുക്ക് എടുത്തിട്ട് അമ്മ കാണാതെ വിളക്ക് കത്തിവെച്ച് വെച്ച് ഈ മുറിയുടെ ആ മൂലയ്ക്കിൽ വെച്ചിരുന്നിട്ടാണ് ഞാൻ എഴുതിയത് ആ കഥ. അമ്മയ്ക്ക് എഴുതണതും വായിക്കണതും കണ്ടാൽ കലിയിളകും. ഇവിടുത്തെ അമ്മയ്ക്ക് എഴുതണതും വായിക്കണതും ഒന്നും ഇഷ്ടമില്ല. അത് കണ്ടാൽ കലിയിളകും. അതുകൊണ്ട് തറവാട്ടിലേക്ക് എന്താ പ്രയോജനം എന്ന് അമ്മ ചോദിക്കും. ഇപ്പം ഇവിടെ ഇരുന്ന് ഇങ്ങനെ എഴുതിയിട്ടും വായിച്ചിട്ടും തറവാട്ടിലേക്ക് എന്താ പ്രയോജനം? അവർ ബുക്കിലെ പേജുകൾ സാവകാശം മറിച്ചു. സമ്മേളനത്തിന് കവിത വായിച്ച പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിന് ഇവിടെ വലിയ പുകിലായിരുന്നു അത്രേ. അതായത് സമ്മേളനത്തിന് കണ്ടിട്ടാണല്ലേ കവിത വായിച്ച പെൺകുട്ടികളാണ്. അന്നത്തെ സങ്കല്പത്തിൽ അടക്കൊതുക്കുള്ള പെൺകുട്ടികൾ ഇങ്ങനെ സമ്മേളനത്തിലൊന്നും പോകില്ല, അവിടെ കവിതയൊന്നും വായിക്കില്ല. അവർ വീടിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കേണ്ടവരാണ് പെൺകുട്ടികൾ. അന്നത്തെ നിയമം അനുസരിച്ച് പുറത്തൊക്കെ പോയി കവിത വായിക്കേ. സമ്മേളനത്തിന് കവിത വായിച്ച പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിന് ഇവിടെ വലിയ പുകിലായിരുന്നു അത്രേ. ശരിയല്ലേ? എന്തിനാ പാട്ടും കഥയും? അമ്മ പറയണത് പോലെ പെണ്ണായാൽ ചോറും കറിയും വെക്കണം, പിന്നെ പെറണം. ഇത്രേ പണിയുള്ളൂ സ്ത്രീകൾക്ക്. ഇപ്പോഴും വലിയ വ്യത്യാസം എന്ന് പറയാനൊന്നുമില്ല. ഏത് വലിയ ജോലി ആയാലും എന്ന് രാവിലെ എണീറ്റ് ജോലിക്ക് പോകുന്നുണ്ടെങ്കിലും അവർ നേരത്തെ എണീറ്റ് ഭക്ഷണമെല്ലാം പാകം ചെയ്ത് മേശപ്പുറത്തൊക്കെ കൊണ്ടുവന്ന് മൂടി വെച്ചിട്ടാണ്, അനുവാദം ചോദിച്ചിട്ടാണ് പോകുന്നത്. ഒരു മകൻ്റെ ഭാര്യ മരുമകളായിട്ട് അവിടെ കടന്നു വന്നാൽ പിന്നെ അടുക്കള അവൾക്ക് കൊടുക്കുകയാണ്.
അതുപോലെ വീടും വൃത്തിയാക്കി വീട്ടിലെ പാചകവും എല്ലാ പണികളും ചെയ്ത് എല്ലാവരുടെയും കാര്യം നോക്കി വേണം ഒരു ജോലി സ്ഥലത്തേക്ക് എത്താൻ. അപ്പോൾ പണ്ട് മുതലേ ഉള്ള ഒരു കൺസെപ്റ്റാണ്, സ്ത്രീ ചോറും കറിയും ഒക്കെ വെക്കണം, വീടിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കണം, പിന്നെ കുട്ടികൾ പ്രസവിക്കണം, ഇതുമാത്രമാണ് സ്ത്രീയുടെ ജോലി എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അതിനെതിരെയുള്ള കഥകളാണ് ഇപ്പോൾ വരുന്ന ഈ KR മീരയുടെ ഓർമ്മയുടെ ഞരമ്പ് എന്നുള്ളത്. സ്ത്രീയുടെ വ്യക്തിത്വത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്ന ഒരു കഥയാണിത്. സമ്മേളനത്തിന് കവിത വായിച്ച പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിന് ഇവിടെ വലിയ പുകിലായിരുന്നു അത്രേ. ശരിയല്ലേ? എന്തിനാ പാട്ടും കഥയും? അമ്മ പറയണത് പോലെ പെണ്ണായാൽ ചോറും കറിയും വെക്കണം, പിന്നെ പെറണം. അവർ പേജുകൾ പതുക്കെ മറിച്ചു. അപ്പോൾ ഇന്ന് ഇത്രയും ഭാഗം നന്നായി വായിക്കുക. നമ്മൾ ഇതിൻ്റെ MCQ കണ്ടെത്തി എനിക്ക് അയച്ചു തരണം. ഇതിൽ നിന്ന് കൊച്ചു കൊച്ചു ചോദ്യങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതിന് നന്നായി വായിക്കണം, പാഠം നന്നായി വായിച്ച ഇതിൽ വൃദ്ധയുടെ സംസാരം ശ്രദ്ധിക്കണം, പെൺകുട്ടിയുടെ സംസാരം ശ്രദ്ധിക്കണം, അവർ പറയുന്ന ഓരോ കാര്യവും അവരുടെ ഭാവങ്ങളും ശ്രദ്ധിച്ച് വായിച്ച് നിങ്ങൾ തന്നെ MCQ ഉണ്ടാക്കണം. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം. ഹാവ് എ നൈസ് ഡേ.